ഹലോ വെൽക്കം ബാക്ക്. ഒരു പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് +1 ആൻഡ് അതേപോലെ തന്നെ +1 ഇമ്പ്രൂവ്മെൻറ്റ് ഇംഗ്ലീഷ് എക്സാമിൻ്റെ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുതരാൻ വിചാരിച്ചിട്ടാണ്. നമുക്ക് ഏകദേശം ഒരു A+ ഒരു നല്ല സ്കോറൊക്കെ മേടിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ സാറ്റർഡേ മോർണിംഗ് അല്ല എക്സാം വരുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ മാത്സ് ഇമ്പ്രൂവ്മെൻറ്റ് മിനിയാന്ന് എഴുതിയിട്ട് ഇന്നലെ ജസ്റ്റ് ഒരു ദിവസം വെറുതെ കളഞ്ഞു. ഇന്ന് തേഴ്സ്ഡേയും പിന്നെ ഫ്രൈഡേയും ഈ 2 ദിവസം പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് പോയിട്ട് ഞാൻ അതിനാവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഓരോ സ്ഥലത്തും പെറുക്കി കൊണ്ടില്ലായിരുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പിന്നെ ഗൈഡ് പിന്നെ നോട്ട് ബുക്കൊക്കെ എടുത്തിരുന്നു. പിന്നെ അഡീഷണലായിട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്നൊക്കെ അന്ന് +1 സമയത്ത് തന്നിരുന്ന A+ സ്കോർ ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസൊക്കെ ഉള്ള ഒരു PDF പോലത്തെ ഒരു പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉള്ള. പിന്നെ അതേപോലെ ജസ്റ്റ് നമുക്ക് എങ്ങനെ പാസ്സാവാൻ വേണ്ടി കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് ടോട്ടലായിട്ട് 6 യൂണിറ്റ്സാണ് വരുന്നത്. ആൻഡ് അതിൽ ഏകദേശം ഒരു 19 ചാപ്റ്റേഴ്സും വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ യൂണിറ്റ്സ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ഒരു 1 2 3 4 യൂണിറ്റ്സ് വരെ ഏകദേശം നല്ല ഇമ്പോർട്ടൻ്റ് ആയി വെയിറ്റേജ് വരുന്ന ഒരു യൂണിറ്റ് തന്നെയാണ്. പിന്നെ 5ഉം 6ഉം അത്ര ഒരു ഇതില്ലെങ്കിലും കുറച്ച് മാത്രം പഠിച്ചാലും നമുക്ക് റെഡിയാവുന്നൊരു 2 യൂണിറ്റാണ്. അപ്പോൾ 5 പോയംസാണ് വരുന്നത്. അപ്പോൾ 5 പോയംസിൻ്റെയും അപ്രിസിയേഷൻ നമുക്ക് ഡയറക്റ്റായി ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുണ്ടാവില്ല, ക്രിറ്റിക്കൽ അപ്രിസിയേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ എഴുതാൻ ഒരു കഴിവുള്ളവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അറ്റൻഡ് ചെയ്യുക. എന്തായാലും നമുക്ക് എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്ന 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എനിക്കത്ര ക്രിയേറ്റിവിറ്റി ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും വേറെ എന്തെങ്കിലും 2 ബാക്കി വരുന്ന essay ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും എഴുതുന്നുണ്ടാവുക. പക്ഷേ ആ ക്വസ്റ്റ്യൻക്ക് വേണ്ടി മാത്രമല്ല പോയംസ് ചിലപ്പോൾ നമുക്ക് പോയംസിൽ ലൈൻസ് തന്നിട്ട് അതിനെ ഇതാക്കിയിട്ട് കുറച്ച് എഴുതാനും, അല്ലെങ്കിൽ വേറെ കുറച്ച് ലൈൻസ് തന്നിട്ട് അതിൻ്റെ എലാബറേറ്റ് ദീസ് ലൈൻസ് ഉണ്ടൊക്കെ ക്വസ്റ്റ്യൻസ് 4 മാർക്കിലും 6 മാർക്കിലൊക്കെ വരാറുണ്ട്. അപ്പം പോയംസ് എടുക്കുമ്പം അപ്രിസിയേഷൻ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ലെങ്കിലും ജസ്റ്റ് അതിൻ്റെ സമ്മറി ഒന്ന് എല്ലാ പോയംസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. പിന്നെ മെയിൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, ഓരോ പോയംസിൽ വരുന്ന നമ്മളെ ഫിഗർ ഓഫ് സ്പീച്ചസ് ഉണ്ടായിരിക്കും. പിന്നെ ഓഥറിൻ്റെ പേര്, അതിൻ്റെ മെസ്സേജ്, തീം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക ഫസ്റ്റ് തന്നെ. അതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് മാത്രം പഠിക്കാനുണ്ടാകത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചാപ്റ്ററിന് അങ്ങനെ എന്തോ ജസ്റ്റ് എവിടെയോ എഴുതി വെച്ച് കണ്ടപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതേപോലെ ജസ്റ്റ് നമുക്ക് പറ്റുന്ന പോലെ 5 പോയംസ് എടുത്തിട്ട് അതിൽ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ചും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എൻ്റെ എക്സാമിലെടുക്കാൻ നമ്മൾ എഴുതി വെക്കാം. ഇപ്പോൾ പോയംസ് ഇങ്ങനത്തെ ഒരു ലൈൻസൊക്കെ ജസ്റ്റ് പറഞ്ഞ പോലെ സമ്മറി പഠിച്ചു വെക്കുക. പിന്നെ ഗ്രാമേഴ്സൊക്കെ അതിൽ വരുന്ന ഗ്രാമേഴ്സ് അല്ല, ഫിഗർ ഓഫ് സ്പീച്ചൊക്കെ എക്സാമിലൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ ചിലപ്പം പോയറ്റിൻ്റെ പേരും പോയറ്റും കവിതൻ്റെ പേരും ഒക്കെ അതേപോലെ തന്നെ പഠിച്ചു വെക്കുക. കാരണം ക്വസ്റ്റ്യൻസ് അങ്ങനെ 1 മാർക്കിലൊക്കെ അങ്ങനെ ചിലപ്പം ഒരു കുറച്ച് ലൈൻസ് വന്നിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്കൊരു essay ചാപ്റ്ററായി വരുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. അതിലത്തെ ആ ഒരു essay നമ്മൾ എന്തായാലും പഠിക്കുന്നത് നല്ലതായിരിക്കും. ഡിസാസ്റ്ററിനെ കുറിച്ചിട്ട് കൂടുതൽ പ്രാവശ്യം 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലൊക്കെ ഒരു ക്വസ്റ്റ്യനായിട്ട് വരാറുള്ളത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. അപ്പം അതൊരു ഒരു essay കോമൺ ആയിട്ടുള്ളൊരു essay കുറച്ച് പോയിൻറ്റ്സൊക്കെ വെച്ചിട്ട് ഒരു സമ്മറിയൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ച് വെച്ചാൽ നമുക്ക് അത് അതേപോലെ തന്നെ എഴുതി വെക്കാം. പിന്നെ 8 മാർക്കിനിൽ കൂടുതൽ നമ്മൾ +1 വരാറുള്ളത് ജോബ് ആപ്ലിക്കേഷൻ വരുമോ അത്ര വലിയ ഇതില്ല, എന്നാലും ജസ്റ്റ് അതിൻ്റെ ഫോർമാറ്റൊക്കെ നോക്കിയാൽ നല്ലതായിരിക്കും. പിന്നെ ഗാന്ധിജിൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അതിലത്തെ ഒരു കുറച്ച് സമ്മറി ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു essay പോലെ തന്നെ എഴുതാൻ പറ്റുന്ന രീതിക്ക് പഠിച്ചു വെക്കുക, ലൈൻസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട്. കാരണം അതും 8 മാർക്കിനിൽ ചില സമയത്തൊക്കെ കയറി വരാറുന്ന ക്വസ്റ്റ്യൻസാണ്. പിന്നെ ബാക്കി എല്ലാ ചാപ്റ്ററിനെ കുറിച്ച് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ചാപ്റ്റേഴ്സ് ആകുമ്പം അതിൻ്റെ സമ്മറി ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത മലയാളത്തിൽ പഠിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറ്റുന്ന ലൈൻസൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും പറ്റുന്ന പോലെ കുറച്ച് സമ്മറിയൊക്കെ അറിഞ്ഞ് വെക്കുക. എന്നാലും നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സമ്മറി പഠിക്കുക എന്നുള്ളൊരു മെയിൻ തിങ് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് എക്സാമിൽ. പിന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്ന ക്വസ്റ്റ്യൻ പാസേജ് ക്വസ്റ്റ്യൻ. നമ്മൾ ഏതെങ്കിലും ചാപ്റ്ററിൽ കുറച്ച് ലൈൻസ് തന്നിട്ട് ഐഡൻറ്റിഫൈ സ്പീക്കർ, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് ചിലപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു വേർഡ് എന്നിട്ട് അതിൻ്റെ മീനിങ് എഴുതാൻ നമുക്ക് +1 ക്രിസ്മസ് എക്സാമിന് തോന്നുന്നു ആ ഒരു പേപ്പർ നോക്കിയപ്പോൾ അതിൽ ഒരു വേർഡ് ഞാൻ കണ്ടു. അപ്പോൾ ചില ചാപ്റ്ററൊക്കെ നമ്മൾ പറ്റുന്ന പോലെ സമയമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഗ്ലോസറി ഉണ്ടായിരിക്കുമല്ലോ ഈ കീവേഡ്സൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മീനിങ് വായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതൊക്കെ ജസ്റ്റ് വായിച്ച് വെക്കുക. പിന്നെ ഇംഗ്ലീഷ് എക്സാമിൽ നമുക്ക് വരുന്ന മറ്റൊരു ഡിസ്കോഴ്സ് അല്ല, ഗ്രാമർ സെക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഇത് കഴിഞ്ഞ വർഷത്തെ ബുക്സിൽ നമുക്ക് റിവിഷൻ സമയത്ത് എഴുതി തന്നിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നത്. അപ്പം മറ്റേ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് അതുണ്ട്. അപ്പോൾ അതിനെ കുറച്ച് റൂൾസൊക്കെ അറിഞ്ഞാൽ തന്നെ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് മനസ്സിലാവും. പിന്നെ ഇഫ് ക്ലോസ് എന്തായാലും ഉണ്ടായിരിക്കും, അതെന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ അതേപോലെ തന്നെ വേറെ യൂസേജിനൊക്കെ തന്നിട്ട് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ നോക്കിയിട്ടൊക്കെ നല്ല രീതിക്ക് തന്നെ പഠിക്കുക.
പിന്നെ ഇത് ഞാൻ കാണിക്കുന്നത് നമുക്ക് സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്ന ഏകദേശം പാസ് ഔട്ട് ആവണം എന്ന് ആഗ്രഹിക്കുന്ന, അത്ര വലിയ മാർക്കില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പാസ്സായി കിട്ടണം എന്ന് ഉള്ള ഒരു ആഗ്രഹമുള്ളവർക്ക് അന്ന് അങ്ങനെ പറഞ്ഞ് നമുക്ക് തന്ന ഒരു ബുക്കായിരുന്നു ഇത്. ഇതിൽ എല്ലാ എന്താ പറയുക, നമ്മുടെ ഡിസ്കോഴ്സസിൻ്റെ ചെറിയ ഫോർമാറ്റ്, അതായത് സിമ്പിൾ വേർഡ്സിൽ എഴുതിയിട്ടുള്ള ഡിസ്കോഴ്സസാണ്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ചാപ്റ്ററിലും അതായത് ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടർ സ്കെച്ചിൻ്റെ കീവേഡ്സും പോയിൻറ്റ്സൊക്കെ ഈ ഒരു ബുക്കിൽ വരുന്നുണ്ട്. പിന്നെ ഇത് A++ സ്കോർ മേടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് തന്നൊരു എന്താ പറയുക പ്രിൻ്റായിരുന്നു. അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞാൽ എല്ലാതും ഉണ്ട്. ഈ ഫസ്റ്റത്തെ ഒരു പേജിനെ ഇപ്പോൾ കാണിക്കുന്നുണ്ടല്ലോ, ഇത് ഫുള്ളും നമ്മൾ +1 ആവശ്യമായിട്ടുള്ള ഡിസ്കോഴ്സസിൻ്റെ പേരുകളാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ ഓരോ മോഡലും എങ്ങനെ എഴുതാനുള്ള മോഡലും പിന്നെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഈ ഒരു PDF ഈ ഒരു പ്രിൻറ്റിൽ ഒക്കെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമുക്ക് 8 മാർക്ക് സെക്ഷൻ ഉണ്ടായിരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ട്രാവൽ എസ്സേ, ഏതെങ്കിലും നമ്മൾ പോയ സ്ഥലത്തിനെ കുറിച്ചിട്ട് എഴുതാൻ. അപ്പം നമ്മൾ ടൂർ പോയവരൊക്കെ ആവുമല്ലോ എല്ലാവരും. അപ്പോൾ ഒരു സ്ഥലം വയനാട്, ഊട്ടി, മൂന്നാർ അങ്ങനെ ഏതൊരു സ്ഥലമൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് എങ്ങനെയൊക്കെ ഇനിയിപ്പം പോയിട്ടില്ലാത്തവരാണെങ്കിൽ പോലും കുറച്ച് ക്രിയേറ്റീവായിട്ട് തല്ലി കൂട്ടി ഉണ്ടാക്കുക. ഇംഗ്ലീഷ് എക്സാം പ്രത്യേകിച്ച് നമുക്ക് ഓവറായിട്ട് കൂടുതൽ പഠിക്കണം എന്നൊന്നുമില്ല, എന്നാലും കുറച്ച് സമ്മറിയും പിന്നെ ഡിസ്കസിൻ്റെ ഫോർമാറ്റൊക്കെ പഠിച്ചു പോയാലും നമുക്ക് എന്തായാലും A+ അല്ലെങ്കിൽ നല്ലൊരു സ്കോർ നമുക്ക് ഇംഗ്ലീഷിൽ മേടിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഗ്രാമർ കൂടെ കുറച്ച് നോക്കിയാൽ നമുക്ക് ഏകദേശം ഫുൾ മാർക്ക് വരെ മേടിക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം +1 90/100 ആയിരുന്നു, കറക്റ്റ് A+ സ്കോറാണ്. അപ്പം എനിക്ക് എന്താ പറയുക, ഇപ്രാവശ്യം +2 സ്കോർ അങ്ങനെ ഓവർ പോകുന്നൊന്നുമില്ല, എന്നാലും കറക്റ്റ് A+ എങ്ങനെയും മേടിക്കണം എന്നാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇപ്രാവശ്യം ഇമ്പ്രൂവ്മെൻറ്റിനായിട്ട് ഇംഗ്ലീഷ് കൊടുത്തിട്ടില്ലേ. കഴിഞ്ഞ പ്രാവശ്യം ചില ടൈം നല്ല രീതിക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് ഒക്കെ ഹരിബറി ചെയ്തതായിരുന്നു. പിന്നെ ഒരു സെമിനാർ റിപ്പോർട്ട് പറഞ്ഞ ഒരു സംഭവം വന്നു, അതാണ് എന്നെ ആകെ കൂടെ കൊള്ളാക്കി. ഞാൻ ഡിസ്കസിൻ്റെ ആ ഒരു ഫോർമാറ്റ് നോക്കാതെ പോയി, പക്ഷേ ഇപ്രാവശ്യം എല്ലാം നോക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ.